നിങ്ങൾ ആരെങ്കിലൊക്കെ ഗോവയിൽ എപ്പോഴെങ്കിലൊക്കെ വന്ന് നോമ്പുതുറ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണണേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പൊ നമ്മൾ ഇന്ന് ഗോവയിലെ നോമ്പുതുറ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കോളനി എന്ന് പറയുന്നത് ഇതിപ്പോ മുസ്ലിംസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോളനിയാണ്. ഇവിടെ മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് അവരുടെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അവരെ എങ്ങനത്തെ തരത്തിലുള്ള പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് മോംസ് കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറന്റ്. ഇത് കണ്ടോ, റംദാൻ ആണ്, നോമ്പ് ടൈമാണ്, നോമ്പ് തുറക്കേണ്ട ടൈമാണ്. അതുകൊണ്ട് തന്നെ വൻ തിരക്കാണ് ഈ കടയിലൊക്കെ. ഇതേപോലെയുള്ള സ്നാക്ക് കൗണ്ടറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തൊക്കെ എല്ലാ കടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അപ്പാപ്പൻ ഭയങ്കര ഹാപ്പി വൈബാണ് കേട്ടോ. चिकन शाही कबाब. ओके. चिकन शाही कबाब. चिकन ब्रेड. चिकन कटलेट. चिकन कैंडी. चिकन कैंडी. चिकन साटे. चिकन साटे. बीफ स्टिक. ओके. चिकन बीफ शाही रोल. बीफ कटलेट. शाही रोल. स्वीट. शाही टुकड़ा. शाही टुकड़ा स्वीट. शाही टुकड़ा. स्वीट. बीफ रोल, चिकन समोसा, बीफ समोसा, शाही रोल. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ബീഫ് സമൂസ. ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് കുറേ തവണ വാങ്ങിക്കാറുണ്ട്. കാരണം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ് സമൂസ എന്ന് പറയുന്നത്. അതിപ്പോ ആ ഒരു ഏരിയയിൽ ഉണ്ടാക്കുന്ന എല്ലാ കടയിലും ബീഫ് സമൂസ പെട്ടെന്ന് അങ്ങോട്ട് തീരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ തന്നെ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴും പെട്ടെന്ന് തീർന്നു പോയി ബീഫ് സമൂസ. എന്നിട്ട് രണ്ടാമത് അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരു വൻ തിരക്കായിരുന്നു അവിടെ തന്നെ. അത്രയും ആ ബീഫ് സമൂസയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പൊ ഇതേപോലെ കണ്ടോ, വെറൈറ്റി ആയിട്ടുള്ള കട്ട്ലേറ്റുകളും പിന്നെ അഫ്ഗാൻ റോൾസും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ്റെ തന്നെ ചിക്കൻ കബാബും ടിക്കയൊക്കെ ആയിട്ട് പല പല ടൈപ്പിലുള്ള ഐറ്റംസ് കുറെ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കണ്ടോ, കണ്ടോ, ചൂടോടുകൂടി ഇതേ അവര് ചീസ് ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി ഇടുകയാണ്. കാരണം എല്ലാവരും പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. ഞങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി നേരത്തെയാണ് വന്നേക്കുന്നത്. 6 മണിയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ തിരക്ക് കുറച്ചും കൂടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമൊക്കെ കട ഫുൾ കാണില്ല, അത്രയ്ക്കായിരുന്നു. പിന്നെ തിരക്ക് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവട്ടെ. പെട്ടെന്ന് സാധനങ്ങളൊക്കെ തീരും. കണ്ട, അവർ ചൂടോടുകൂടി എല്ലാം ഉണ്ടാക്കുകയാണ്. ഇതേ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ്. കട്ട്ലേറ്റ് അല്ല, ഇത് അവരുടെ ഒരു തരം റോളാണ്. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അവരവിടെ ഇത് വെച്ചിട്ടുണ്ട്, കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസിലൊക്കെ. പിന്നെ അത് അവർ നേരെ മുട്ടയുടെ അതിനകത്തോട്ട് ഇതാക്കിയിട്ട് അങ്ങോട്ട് ഇടണം. अफगानी रोल. अफगानी ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതാണ് ബീഫ് ഹലീം. चिकन है या मटन? बीफ हलीम. हैदराबादी हलीम. दिया हैदराबादी. हलीम है. ये देखो हलीम हैदराबादी हलीम. 100 रुपए कंटेनर. डालता पे. हाँ. ഹലീമിന് ഇവിടെ പറഞ്ഞത് 100 രൂപയാണ് ആ ഒരു കണ്ടെയ്നറിന് വില വരുന്നത്. 100 രൂപയാണ്. ഞാൻ പേഴ്സണലി ഇതുവരെ ഹലീം കഴിച്ചിട്ടില്ല. എനിക്കെന്തോ അതങ്ങനെ കഴിക്കാനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നിങ്ങൾ കഴിച്ച ആളുകളൊക്കെ ഉണ്ടോ ഹലീം? നാട്ടിലും ഭയങ്കര ഫേമസ് ആണെന്നറിയാം. ഞാൻ പക്ഷെ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ മുസ്ലിംസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിങ്ങനെ റംദാൻ ഇങ്ങനെ ആരും പെരുന്നാളിനൊക്കെ ആരും ഫുഡൊന്നും കൊണ്ടു തന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അവരുടെ സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല എങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ ഈ നോമ്പ് തുറക്കുന്നതും അതും ഇതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അവരിങ്ങനെ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് എല്ലാം ഉണ്ടാക്കുന്നതും ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേകതരം വൈബാണ്.
ഇത് കണ്ടോ, എല്ലാ കടയിലും ഇതേപോലെ തന്നെ സ്നാക്ക് കൗണ്ടേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഏകദേശം സ്നാക്സ് ഒക്കെ സിമിലർ സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ നാട്ടിൽ കിട്ടുന്ന അത്രയും വെറൈറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോർത്ത് കേരളത്തിൽ എന്ന് പറയും, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ആ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് സ്നാക്സുകളുടെ ഒരു നാടെന്ന് തന്നെ പറയാൻ പറ്റും. അത്രക്ക് വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ ഇനി ഒരിക്കലും നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് അവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ കഴിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്